അല്ല, ഇവിടെ രണ്ട് നീതി എന്ന് ഞങ്ങൾ ഇന്ന് പറഞ്ഞതോ ഇന്നലെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് എടുത്ത് വെച്ച് പറയുകയല്ല. കഴിഞ്ഞ 7 കൊല്ലമായി കേരളത്തിലെ പോലീസിന്റെ നിയന്ത്രണം പിണറായി വിജയനേക്കാൾ അപ്പുറത്ത് മറ്റൊരു അധീനതയിലാണ്. അത് കേരളം തിരിച്ചറിഞ്ഞതാണ്. അത് ഇരട്ട നീതിയാണ്. SFIക്കാർക്കും DYFIക്കാർക്കും CPMകാർക്കും പാർട്ടിക്കാർക്കും പാർട്ടി ബന്ധുക്കൾക്കും ഒരു നീതി, ഇതൊന്നും അല്ലാത്തവർക്ക് മറ്റൊരു നീതിയാണ്. എന്തെങ്കിലും തരത്തിൽ കാര്യം നടക്കണോ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നോളൂ. ഞങ്ങളോടൊപ്പം ചേർന്നാൽ നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കും. ഒന്നുകിൽ ഞങ്ങളോടൊപ്പം, അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുപക്ഷത്ത്. ഇതാണ് സമീപനം. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ, ഇന്നിപ്പോ SFIക്കാരും വന്നിട്ടില്ല. എന്താ SFIക്കാർ വരാത്തത്? എന്താ DYFIക്കാർ വരാത്തത്? വെനസ്വലയിലേക്കാണ് ഒരു കാട് കത്തിയിരുന്നെങ്കിൽ SFI ചാടിത്തുള്ളി വരുമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു എണ്ണക്കിണർ കത്തിയാലോ, എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയാലോ ഉടൻ തന്നെ പിന്നെ മനുഷ്യ ശൃംഖലയായിട്ട് ഇറങ്ങി തിരിക്കുമായിരുന്നല്ലോ. എന്താ വരാത്തത്? വരത്തില്ല. കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒരു കാര്യം മിസ്റ്റർ ഷഫീർ, അവർക്ക് വരണമെന്ന് നിർബന്ധമില്ല. കാരണം ഈ ആരോപണ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ഒരു CPM നേതാവല്ല, ഒരു CPM നേതാവിന്റെ മകനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി നേതാവിന്റെ മകൻ വേറെ തന്നെയാണല്ലോ. അതിന് നമ്മൾ നേരെ പാർട്ടിയുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യണ്ട. പക്ഷെ അവിടെ ഈ പറഞ്ഞ ഔദാര്യം ആനുകൂല്യം കിട്ടണം എന്നതാണ് നമുക്ക് പ്രശ്നം. എങ്കിൽ പിന്നെ ഇങ്ങനെ പറയാം അയ്യപ്പദാസേ, അല്ല ഒരു മിനിറ്റ്, ഇങ്ങനെ അങ്ങ് പറയാം. ഈ പിന്നെ മോഹനന്റെ മകനും ജയരാജന്റെ മകനും ഒക്കെ ഞങ്ങൾക്ക് പാർട്ടി നേതാവിന്റെ മക്കൾ മാത്രമാണ്, ഞങ്ങൾ ന്യായീകരിക്കാൻ വരില്ല. എന്നാൽ പിണറായി മഹാരാജാവിന്റെ മകളെങ്ങാണമാണ്, അവർക്കെതിരായിട്ടാണ് എന്തെങ്കിലും ആരോപണമാണെങ്കിൽ അത് നേതാവിന്റെ മകളല്ല, അതിന് പ്രത്യേകമായ പരിരക്ഷയാണ്. അതിന് ഞങ്ങൾ വരും, ഞങ്ങൾ ന്യായീകരിക്കും, ഞങ്ങൾ ഷൗട്ട് ചെയ്യും, ഞങ്ങൾ തിരിച്ചു പ്രത്യാരോപണം ഉന്നയിക്കും. ഇത് കേരളം കണ്ടതല്ലേ. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഏതെങ്കിലും തരത്തിൽ അകത്തു പോയാൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പരിണിതപ്രജ്ഞനായ ഇടതുപക്ഷ നേതാവിന്റെ മകനെ ന്യായീകരിക്കാൻ ഞങ്ങൾ വരില്ല. ജയരാജന്റെ മകനാണോ? ഞങ്ങൾ വരില്ല. മോഹനന്റെ മകനാണോ? ഞങ്ങൾ വരില്ല. പിണറായി തമ്പുരാന്റെ മകളാണോ? ഞങ്ങൾ വരും. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസത്തെയാണ് രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ ഒരു പ്രത്യേക സൈഡാണെന്ന് ഞങ്ങൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ നൈതികതയെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യപ്പെട്ടെ. ഞങ്ങളുടെ നേതാവിന്റെ മകനായതുകൊണ്ടേ ഞങ്ങൾ ഒരു നിസ്സാര കേസ് എടുത്തങ്ങ് വിട്ടു. ഇതങ്ങ് സമ്മതിച്ചാൽ മതി. കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് സാർ. അല്ല, ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് സാർ. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർക്കും ഞങ്ങൾക്കുമൊക്കെ ഒരു പരിരക്ഷയുണ്ട്. അത് ഭരണത്തിന്റെ പരിരക്ഷയാണ്. ആ പരിരക്ഷ ഉള്ളിടത്തോളം കാലം ഇതല്ല ഇതിനേക്കാൾ അപ്പുറം ചെയ്താലും ശരി, ഞങ്ങൾക്ക് ആ പരിരക്ഷ കിട്ടും. നിങ്ങൾക്കത് കിട്ടില്ല. നിങ്ങള് ഈ പറയപ്പെടുന്ന പോലെ പ്രഭുസഭയിലും അതുപോലെ തന്നെ പൗരപ്രമുഖരും ഒക്കെ ആണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ മതി. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മാത്യു കുഴൽനാടന്റെ ഇടുക്കിയിലെ റിസോർട്ട് അളക്കാനും പിടിച്ചെടുക്കാനും ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കും. ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഇന്നലത്തെ കമന്റ്. എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്ക്, PV അൻവർ MLA ഭൂമി അതിനകത്ത് കയ്യേറ്റമുണ്ടെന്നും അനധികൃതമാണെന്നും പലതവണ റിപ്പോർട്ട് കൊടുത്തിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് കൊടുത്തിട്ടും ആ ഭൂമി പിടിച്ചെടുക്കാൻ ആവേശം കാണിക്കില്ല. ഇടുക്കിയിലെ പീരുമേട്ടിലെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടും ലംഘിച്ചുകൊണ്ട് കെട്ടി. RDOയും കളക്ടറും ഇടപെട്ടു, സ്റ്റോപ്പ് കൊടുത്തു, വീണ്ടും കെട്ടി. പൊളിക്കണമെന്ന് പറഞ്ഞു, പൊളിക്കില്ലെന്ന് അവർ പറഞ്ഞു. അവിടെ മറ്റൊരു നീതി നിങ്ങൾ കണ്ടില്ലേ. മാത്യുവിന് ഒരു നീതി, CPMന്റെ പിന്നെ ഓഫീസിന് മറ്റൊരു നീതി, PV അൻവർ MLA ഭൂമി പിടിച്ചെടുക്കലുമായി ബന്ധപ്പെട്ട കേസിന് മറ്റൊരു നീതി. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഭീകരവാദികളെ പോലെ പോലീസ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു, നോട്ടീസ് പോലും കൊടുക്കാതെ അറസ്റ്റ് ചെയ്തു. ഭീകരവാദികളെ പോലെ സ്വന്തം അമ്മയുടെ മുമ്പിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് ജയിലിലിടുന്നു. അദ്ദേഹത്തിനെതിരായി ഗൂഢാലോചന കേസ് അയക്കുന്നു. അദ്ദേഹം ആരെങ്കിലും അടിച്ചതായിട്ടോ ഇടിച്ചതായിട്ടോ തൊഴിച്ചതായിട്ടോ ഇരുമ്പ് വടികൊണ്ട് പിന്നെ മർദ്ദിച്ചതായിട്ടോ ഗ്രീവിയസ് ഒഫൻസിന്റെ ഭാഗമായിട്ടോ 325 അട്രാക്ട് തരത്തിൽ എന്തെങ്കിലും ചെയ്തതായിട്ട് ആർക്കും കണ്ടവരില്ല. മാധ്യമങ്ങൾക്ക് അങ്ങനെ കേസില്ല, ആരും കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു കോൺസ്പിറേ അവർ ചാർജ് ചെയ്തു. എന്നാൽ ആർഷോ മോനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അവര് DYSP പറയാണ്, മോനെ ആർഷോ ഞാൻ പറയുന്നത് കേക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചി പറയുന്ന ഒരു പോലീസിനെയും നമ്മൾ കണ്ടു. ഇത് ഇരട്ട നീതിയല്ലേ? ഞങ്ങളുടെ വനിതാ സഹോദരിയുടെ മുടി നിലത്തു വീണ് കിടക്കുമ്പോൾ മുടിയിൽ ചവിട്ടിക്കൊണ്ട് മർദ്ദിച്ചു. ഞങ്ങളുടെ വനിതാ സഹോദരിയെ നിങ്ങൾ ആലോചിക്കണം. മറ്റൊരു സഹോദരിയെ അടിച്ച് അവരുടെ എല്ല് പൊട്ടിയിടുന്ന തിരുവനന്തപുരത്ത് അനന്തപുരി ആശുപത്രിയിൽ ന്യൂറോയുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ്. ഞങ്ങളുടെ മറ്റൊരു സഹപ്രവർത്തകൻ പിന്നെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പ്രവീണിനെ ലാത്തി ഒടിഞ്ഞു മാറുന്ന ചിത്രം കേരളം പുറത്തു വന്നു. അതുവരേക്ക് പഠിച്ചു, തലക്കടിച്ച് ക്ഷതമേൽപ്പിച്ചു. ആർഷോ മോനെ അറസ്റ്റിന് വഴങ്ങട എന്ന് പറയുന്ന ഒരു പോലീസ് ഞങ്ങൾ കണ്ടില്ലേ? ഞങ്ങളുടെ സഹോദരിയുടെ മുടി ചവിട്ടി പിടിക്കുന്ന അതേ പോലീസാണ് SFIയുടെ
വനിതാ സഹോദരി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ട് പറയുന്ന ഒരു വാചകമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? മോള് കരയല്ലേ കേട്ടോ, പെട്ടെന്ന് വീട്ടിൽ പോവാൻ കേട്ടോ, മോള് കരയരുതേ, മോള് കരയല്ലേ പൊന്നുമോളെ എന്ന് പോലീസുകാർ പറയുന്നതും ഞങ്ങൾ കണ്ടതാണ്. ആ ഇരട്ട മുഖം ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ നോക്ക്, നിതിൻ പുല്ലൻ എന്ന് പറയുന്ന ഒരുത്തൻ പരസ്യമായിട്ട് പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നൃത്തം ചെയ്തു, അടിച്ചു പൊട്ടിച്ചു. നിതിൻ പുല്ലനെ അറസ്റ്റ് ചെയ്തില്ല. മാധ്യമങ്ങൾ മനോരമ ഉൾപ്പെടെ ഇടപെട്ടു. വലിയ ബഹളമായി, കോലാഹലമായി. നിതിൻ പുല്ലനെ അറസ്റ്റ് ചെയ്തു. അവിടേക്ക് കടന്നു വന്നു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അശോകൻ. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഒരു ഏരിയ കമ്മിറ്റി മെമ്പറും കൂടി കടന്നു വന്നിട്ട് അയാളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ട് പോയി. ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ചാലക്കുടി തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഈ കൊടിതോരണങ്ങളോ മറ്റോ സമീപത്തെ കോളേജിൽ നിന്ന് എടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ട SIയോട് ഈ വിജയാഹ്ലാദം കഴിഞ്ഞു വരുന്ന SFI നേതാവിന് ഈ SIയെ കണ്ടപ്പോൾ പിടിച്ചില്ല. പോലീസ് ജീപ്പിനെ വിലക്ക് ചാടിക്കയറി നൃത്തം ചെയ്യുന്നു. അതിനുശേഷം ആ ചില്ല് തകർക്കുന്നു. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഓർക്കണം. അതായത് സംസ്ഥാനത്തെ ആ പാർട്ടിയുടെ മുന്നണി ഭരിക്കുന്ന നാട്ടിൽ ആ നിയമ സംവിധാനത്തിന്റെ കീഴിലെ ഒരു സംവിധാനം തകർക്കാനൊക്കെ SFIക്കാർക്ക് പറ്റുന്നുണ്ട്, തോന്നുന്നുണ്ടെന്നുള്ളത് കൂടി നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ അല്ല, ഒരു മിനിറ്റ് ദാസേ, പോലീസുകാരന്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണെന്നാണല്ലോ പിന്നെ അവർ ഉന്നയിക്കുന്നതായി ബന്ധപ്പെട്ട് ഒരു പരാമർശം അങ്ങ് നടത്തിയത്. അങ്ങനെയോട് ഞാൻ വളരെ വിനീതമായിട്ട് പറയുകയാണ്. ഇവിടെ പിന്നെ കല്യാശ്ശേരിയിലെ MLA അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനെ ഒരു പുതിയ SIക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചു. പേരെന്താണെന്ന് ചോദിച്ച ഒരൊറ്റ കാരണത്താൽ ആ മനുഷ്യനെ ഡിപ്പാർട്ട്മെന്റ് നടപടിയെടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്ഥലം മാറ്റി. അവിടെ എന്തേ പോലീസിന് ആത്മാഭിമാനം ഇല്ലേ? പേര് ചോദിച്ചാൽ ഇടിഞ്ഞങ്ങ് അങ്ങ് തറയെ വീണുപോയോ? ഞാൻ പറയുന്നത് ആ രൂപത്തിൽ അതൊരു പോലീസ് ഫോഴ്സിനെതിരെ ആകെയുള്ള അറ്റാക്ക് പോയിട്ട് പോലെ അവർക്ക് തോന്നിയെടുത്താണ് അവർക്ക് സ്ട്രിക്റ്റ് ആയി ആക്ഷൻ എടുത്തെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ നേതാവിന്റെ മകനാന്ന് കാണുമ്പോൾ ഒരു അന്വേഷണമില്ലാതെ ഇതൊരു ദുരുദ്ദേശമില്ലാത്ത നീക്കമാണെന്ന് പോലീസിന് തോന്നുന്നു. അതാണ് പ്രശ്നം. അയ്യപ്പദാസയ്ക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്ക്. SFIയുടെ ജോയിന്റ് സെക്രട്ടറി പേപ്പട്ടിയെ തല്ലും പോലെ നിന്നെ തല്ലിക്കൊല്ലുവിടാ, വിയൂരെങ്കിൽ വിയൂർ, സെൻട്രൽ ജയിലെങ്കിൽ സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞവൻ ഇവിടെ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. SFIയുടെ ജോയിന്റ് സെക്രട്ടറി ഹസൻ ഉണ്ട്, മുബാറക് ഹസൻ. എന്തേ പോലീസിന് ആത്മാഭിമാനം തോന്നിയില്ലേ? SFIക്കാർക്ക് ഇതൊക്കെ ആവാന്നേ. പോലീസിനെ തല്ലാം, പറയാം, പേപ്പട്ടിയെ തല്ലും പോലെ തല്ലാം. അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സാർ ഒരു മിനിറ്റ്, ആർഷോയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന DYSPയോട് പറയുന്നത് പോയി കക്കൂസ് കളിക്കടാ, പോയി കക്കൂസ് കളിക്കടാ എന്ന് പറയുന്ന SFI സെക്രട്ടറിയുടെ മുമ്പിലാണ് പോലീസ് ഓച്ചാനിച്ചു നിൽക്കുന്നത് കേരളത്തിൽ. ഞങ്ങൾ KSക്കാരോടൊന്നും ആ നീതി കണ്ടില്ല. അതാണ് പന്തീരപക്ഷം. ഇവിടുത്തെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, ഇവിടെ ബഹുമാനി ഇടതുപക്ഷത്തിന്റെ വക്കീൽ പറഞ്ഞു there have no intention or preparation and also the attempt and commission of the offense. ഇതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കേസ്? ഗവർണറുടെ വാഹനവ്യൂഹം വരുന്നു. വാഹനവ്യൂഹത്തിന്റെ അകത്തേക്ക് വാഹനവ്യൂഹം കണ്ടതിന് ശേഷം, കാണാതെയൊക്കെ ചിലപ്പോൾ വണ്ടിയൊക്കെ കയറിപ്പോയതിരിക്കും, കണ്ടതിന് ശേഷം ആ വാഹനവ്യൂഹത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് Z+ കാറ്റഗറിയുള്ള ആരോ ആവട്ടെ X or Y അതിലേക്ക് കയറുന്നു. വാഹനവ്യൂഹത്തിന്റെ ഇടയിലേക്ക് അതിക്രമിച്ചു കയറുന്നു. ഒന്ന്. ഇനി ഒരുപക്ഷെ വാഹനവ്യൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടും ഹറിബറി ആയതുകൊണ്ടും പെട്ടെന്ന് മാനസികമായിട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും അങ്ങനെ അങ്ങ് സംഭവിക്കാം. അവിടെ there have no intention or preparation. എന്നാൽ ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിച്ചതിന് ശേഷം പോലീസിന്റെ തന്നെ അവരുടെ തന്നെ വെർഷൻ അനുസരിച്ചാണെങ്കിൽ രണ്ടാമത് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു. രണ്ടാമതും വീണ്ടും ബ്രേക്ക് ചെയ്താൽ ആദ്യത്തെ തവണയത്തെ ആനുകൂല്യം രണ്ടാമത് കിട്ടത്തില്ല. കമ്മീഷൻ ഓഫ് ദി ഒഫൻസിന്റെ ഫസ്റ്റ് പാർട്ട് അവിടെയാണ് വരിക. എങ്ങനെയാ? അവിടെയാണ് ഇന്റൻഷൻ ഉണ്ട്. എങ്ങനെ ഇന്റൻഷൻ? ആദ്യത്തെ തവണ അബദ്ധം പറ്റിയതാണെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോകുന്നതിന് പകരം വീണ്ടും ബൈക്ക് ഓടിച്ചുകൊണ്ട് ആ വാഹനവ്യൂഹത്തിന്റെ അകത്തേക്ക് ബ്രേക്ക് ചെയ്ത് കേറി എന്ന് വന്നതോടുകൂടി അവിടെ ഇന്റൻഷൻ ഉണ്ടായി. അങ്ങനെ വേണം നിയമത്തെ വ്യാഖ്യാനിക്കാൻ. ഇടതുപക്ഷക്കാരന്മാർ നിങ്ങളുടെ തരാതരം പോലെ വ്യാഖ്യാനിക്കരുത്. എവിടെയാണ് ഇന്റൻഷൻ പ്രിപ്പറേഷൻ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾ ലോവർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്ത വക്കീലന്മാരാ. അപ്പോൾ അവിടെ ഇന്റൻഷൻ ഉണ്ട്. ഇനി പ്രിപ്പറേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. വാഹനം ഓടിച്ചു വരവേ ഒരു പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് മാറിയതിനു ശേഷം വീണ്ടും അവിടേക്ക് റൈസ് ചെയ്ത് കയറിയാൽ there have a preparation ഉണ്ടായിട്ടുണ്ട്. 3 അറ്റംപ്റ്റ് ഉണ്ടോ? അറ്റംപ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ തവണ വാഹനം മാറിയതിനു ശേഷം രണ്ടാമത് വീണ്ടും അതിനകത്തേക്ക് കയറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ there have attempt. അറ്റംപ്റ്റ് അവിടെ ഉണ്ട്. ഇനിയുള്ളത് എന്താണെന്ന് അറിയോ? കമ്മീഷൻ ഓഫ് ദ ഒഫൻസ് ബൈ യൂസിംഗ് എ വെഹിക്കിൾ. ഒരു
ആയുധം അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് കമ്മീഷൻ ഓഫ് ദി ഒഫൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ട്. ഈ വാഹന വ്യൂഹത്തിലേക്ക് മറ്റൊരു മോട്ടോർ ബൈക്കിൽ ഓടിച്ചു കയറ്റിയാൽ റാഷ് ആൻഡ് നെഗ്ലിജന്റ് മാനർ വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ദി ഇന്റൻഷൻ കാറാണോ എങ്കിൽ കാറെങ്കിൽ കാറ് ഏതോ ആവട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, ഒരു വാഹനം എന്ന് തന്നെ കരുതൂ, ബൈക്ക് അല്ലെങ്കിൽ കാറ്. ആ വാഹനം വീണ്ടും അവിടെ കാറാണെങ്കിൽ കുറച്ചുകൂടി ഗൗരവമാണ്, ബൈക്കാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തിരിച്ചപ്പോഴൊക്കെ മാറിപ്പോയെന്ന് പറയാം. കാറ് വീണ്ടും ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായി സ്ക്വയറായി കേസ് നിൽക്കുന്നു. ഒന്ന്, അവിടെ പ്രിപ്പറേഷൻ ഉണ്ട്, അവിടെ ഇന്റൻഷൻ ഉണ്ട്, അവിടെ അറ്റംപ്റ്റ് ഉണ്ട്, കമ്മീഷൻ ഓഫ് ദി ഒഫൻസ് ഉണ്ട്, കോൺസ്പിറേ ഉണ്ട് എന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. അതാണ് അതിന്റെ നിയമം. ഇനി രണ്ടാമത്തെ ഫാക്ട് നോക്കാം. എന്തേ ഒരു ഗവർണർ കടന്നു പോകുമ്പോൾ, ഒരു ഗവർണറുടെ Z+ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഗവർണർ കടന്നു പോകുമ്പോൾ എവിടെയാ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച്? എവിടെ നിങ്ങളുടെ പോലീസിന്റെ ജാഗ്രത? ഇതാണോ സുരക്ഷ? ഇനി തിരിച്ച് നിങ്ങളുടെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ആരെങ്കിലും വഴിയോരത്ത് നിന്നുകൊണ്ടൊരു കറുത്ത തൂവാല വീശിയാലോ? അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, അത് ജീവൻ രക്ഷിക്കാനുള്ള ത്വരയാണ്, കടന്നാക്രമണമാണ്. ഗൺമാൻ തൊട്ടു പുറകിലത്തെ കാറിൽ നിന്ന് ചാടിയിറങ്ങി ഇരുമ്പ് വടിക്ക് അടിക്കലാണ്, അടിച്ചത് കാണാതിരിക്കലാണ്. എന്റെ ചക്രവർത്തി നിന്നും കാണാതിരിക്കും, പോലീസിനെതിരെ കേസെടുക്കാതിരിക്കും. ഇനി കോടതി മുഖാന്തരം കേസെടുത്താലോ നോട്ടീസ് കൈപ്പറ്റാതിരിക്കും. നോട്ടീസ് കൈപ്പറ്റിയിട്ടും കൂടെ തന്നെ കൊണ്ടു നടന്നിട്ട് കേരളം മുഴുവൻ ഇത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയും. ഇതല്ലേ നിങ്ങളുടെ രണ്ടാമത്തെ ന്യായം? ഇനി SFIക്കാർക്ക് മറ്റൊരു രീതി, അതൊരു പ്രധാനപ്പെട്ട പോർഷനാണ്. ബലദേവ് വക്കീലിനോട് ഞാനൊരു സംശയം, താങ്കളൊന്ന് കുറിച്ചെടുക്കണം കേട്ടോ. ശരിയാണെങ്കിൽ പിന്നീട് ഏതെങ്കിലും ഒരു ചർച്ചയിൽ മറുപടി പറഞ്ഞാൽ മതി. എന്റെ ഒരു സംശയമാണ്. ജൂലിയസ് നികിദാസ് സൺ ഓഫ് മോഹനൻ 6-ൽ പരം ക്രിമിനൽ കേസുകൾ, അതിൽ തന്നെ 3-ൽ കൂടുതൽ സെഷൻസ് ഒഫൻസുകൾ. 2013-ൽ 6-ൽ കൂടുതൽ ക്രിമിനൽ കേസുകൾ, അതും സെഷൻസ് കേസുകൾ ഉണ്ട് എന്ന കാരണത്താൽ 2013-ൽ കണ്ണൂർ IG ഗുണ്ട ആക്ട് പ്രകാരം കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് റൂറൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നാടുകടത്തൽ ഉത്തരവ് ഇട്ടു. SP രാജ്മോഹന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് IG ജോസ് ജോർജ് ഉത്തരവിട്ടത്. ഉത്തരവ് പ്രകാരം 1 കൊല്ലക്കാലത്തോളം 2013 കാലഘട്ടങ്ങളിൽ ഇയാൾക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാതെ ഫറൂഖ് ഭാഗത്താണ് വാടകയ്ക്ക് താമസിച്ചത്. വടകര താലൂക്കുമായി ബന്ധപ്പെട്ട് നിരവധി ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഉള്ള ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെതിരായി നിരവധി ക്രിമിനൽ കേസുകൾ ഇപ്പോഴും പെൻഡിങ്ങിലുണ്ട്. ഇതെനിക്ക് വിശ്വസനീയമായ ഒരു വിസിൽ ബ്ലോഗറിൽ നിന്ന് കിട്ടിയതാണ്. താങ്കളുടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇന്റൻഷൻ ഇല്ല. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നിരപരാധിയാണ്, നിഷ്കളങ്കൻ. പ്രിപ്പറേഷൻ ഇല്ല, അഥവാ മുൻ ക്രിമിനൽ പശ്ചാത്തലം അദ്ദേഹത്തിനില്ല. എന്നിട്ടോ യൂസിംഗ് ദി ആംസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്മീഷൻ ഓഫ് ദി ഒഫൻസിൽ യൂസിംഗ് ആർട്ടിക്കിൾ ഇല്ല എന്നൊക്കെ താങ്കൾ തർക്കിച്ചത് കൊണ്ട് പറയാണ്. 2013-ൽ തന്നെ 5-6 കേസിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി SP രാജ്മോഹൻ റിപ്പോർട്ട് കൊടുത്ത് പിന്നെ IG ജോസ് ജോർജ് നാട് കടത്താൻ ഉത്തരവിട്ടവരാണ് ഇയാളെങ്കിൽ ഇയാൾക്ക് ഇന്റൻഷൻ ഉണ്ടോ എന്ന് താങ്കൾ അടുത്ത ചർച്ചയിൽ മറുപടി പറയണം. ഇതെന്റെ ഒരു സംശയമാണ്, എന്റെ ഒരു അലിഗേഷൻ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇയാൾക്ക് ഇന്റൻഷൻ ഉണ്ട് സാർ, ഇയാൾക്ക് പ്രിപ്പറേഷൻ ഉണ്ട്, ഇയാൾക്ക് ഇൻസൾട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട്. ഗോവ ഗവർണർ ആരും ആവട്ടെ 124-ന്റെ പരിരക്ഷയിൽ വരുന്ന ഒരാളിന്റെ വാഹന വ്യൂഹത്തിലേക്ക് കൊണ്ട് കയറിയതിനു ശേഷം വീണ്ടും മാറിയിട്ടും അത് തിരിച്ചറിഞ്ഞതിനു ശേഷം വീണ്ടും കയറി ഒരു ഗവർണറെയും അദ്ദേഹത്തിന്റെ സംവിധാനത്തെയും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഗുണ്ടാക്ട് പ്രകാരം നാടുകടത്തപ്പെട്ടവരാണെങ്കിൽ, ഒരു റൂറൽ ജില്ലാ പരിധിയിൽ പോലും കയറാൻ പറ്റാത്ത വണ്ണം സെഷൻസ് ഒഫൻസിന്റെ പരിധിയിൽപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളെപ്പോലുള്ള മാന്യന്മാർ, നിങ്ങളെപ്പോലുള്ള പൗരപ്രമുഖന്മാർ ഒരു കാരണവശാലും ഇതുപോലുള്ള ഗുണ്ടായുസത്തിന് അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടുള്ളതല്ല. ഇനി അതല്ല ഞാൻ പറഞ്ഞതാണ് തെറ്റെങ്കിൽ ഞാൻ അടുത്ത ചർച്ചയിൽ ഇതുപോലെ വന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ട്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. SP രാജ്മോഹന്റെ റിപ്പോർട്ട്, IG ജോസ് ജോർജിന്റെ ഉത്തരവ് 2013 കാലഘട്ടം.